ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 6-ാമത്തെ വാക്യമാണ്. ഇത് നമ്മുടെ കർത്താവിനെ കുറിച്ച് ചിന്തിക്കാനുള്ള ഒരു ദിവസമാണ്. ജൂബിലി വർഷത്തിലെ ഒരു കൺവെൻഷനാണ്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 6-ാം വാക്യം എല്ലാവരും ചേർന്ന് ഒരുമിച്ച് ഉറക്കെ വായിക്കാമോ? യേശു പറഞ്ഞു, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കലേക്ക് വരുന്നില്ല. നോ വൺ കംസ് ടു ദ ഫാദർ എക്സെപ്റ്റ് ത്രൂ മീ. എന്നിലൂടെ അല്ല, ആ ഭാഗം മാത്രം അണ്ടർലൈൻ ചെയ്തേ. എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കലേക്ക് വരുന്നില്ല. ആ ഭാഗം മാത്രം എല്ലാവരും ചേർന്ന് ഒരുമിച്ച് ഉറക്കെ വായിച്ചേ. അതൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ. ഇനി നിങ്ങൾ വായിക്കണം, ഞാൻ വായിക്കാം. എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കലേക്ക് വരുന്നില്ല. എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കലേക്ക് വരുന്നില്ല. എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കലേക്ക് വരുന്നില്ല. ഇതിൻ്റെ അർത്ഥം എന്താ? എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കലേക്ക് വരുന്നില്ല. നോ വൺ കംസ് ടു ദ ഫാദർ എക്സെപ്റ്റ് ത്രൂ മീ. ഇത് നിങ്ങൾ ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നുണ്ടോ? അംഗീകരിക്കുന്നുണ്ടോ? ഇത് അംഗീകരിക്കാതെ നമ്മളെ കബളിപ്പിക്കുക എന്നുള്ളത് സാത്താൻ്റെ വലിയ വിജയമാണ്, തന്ത്രമാണ്. നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൽ, നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ നമ്മൾ തളർന്നു പോകാനും വളർച്ച പ്രാപിക്കാതിരിക്കുന്നതിനുള്ള ഒരു കാരണം ഈ ഒരു അടിസ്ഥാന ദൈവിക രഹസ്യം, മിസ്റ്ററി, വെളിപ്പെടുത്തൽ നമ്മൾ ഹൃദയം കൊണ്ട് അംഗീകരിക്കുന്നില്ല. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെ മനസ്സിലുള്ള വിചാരം, ഞാൻ എൻ്റെ പാപങ്ങൾ ഉപേക്ഷിച്ചാൽ, ഞാൻ സൽകൃത്യങ്ങൾ അനുഷ്ഠിച്ചാൽ ഞാൻ സ്വർഗത്തിൽ പോകും എന്നുള്ളതാണ്. ഞാൻ ഒരു നല്ല മനുഷ്യനായാൽ സ്വർഗത്തിൽ പോകും എന്നുള്ളതാണ്. ഒരു ദിവസം ഒരു ഇടവക ദേവാലയത്തിൽ ഇടവക ധ്യാനത്തിന് പോയപ്പോൾ ആ ഇടവകയിലെ ഒരു കുടുംബം പങ്കെടുക്കുന്നില്ല. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ആ ഭവനത്തിൽ അവരെ കണ്ടുമുട്ടി, സന്ദർശിച്ചു. ഞാൻ ചോദിച്ചു, ചേട്ടൻ ഇടവകയിലെ ധ്യാനത്തിന് വരുന്നില്ലല്ലോ? അപ്പോൾ ചേട്ടൻ പറഞ്ഞു, അച്ഛാ, ഞാൻ കൈക്കൂലി വാങ്ങുന്നില്ല, ഞാൻ കള്ളത്തരം കാണിക്കുന്നില്ല, ഞാൻ ഒരാളെയും ചതിക്കുന്നില്ല, ഞാൻ നന്നായിട്ട് കഠിനാധ്വാനം ഹാർഡ് വർക്ക്, ഞാൻ ഉഴപ്പുന്നില്ല, ഞാൻ ഹാർഡ് വർക്ക് ചെയ്യും, ഞാൻ സാധുജനങ്ങളെ സേവിക്കും, ഞാൻ എനിക്ക് പറ്റുന്ന നന്മ പ്രവൃത്തികളെല്ലാം ഞാൻ ചെയ്തു കൊടുക്കും, ഞാൻ ഒരാൾ വേദനിക്കുന്നത് അയാളെ സഹായിക്കും, ഞാനൊരു നുണ പറയാറില്ല, ഞാൻ കള്ളത്തരം കാണിക്കാറില്ല, ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് ഒരു കൈക്കൂലിയോ അഴിമതി ഒന്നും ചെയ്യുന്നില്ല, ഞാൻ എനിക്ക് പറ്റുന്ന പോലെ നന്നായിട്ട് ജീവിക്കുന്നുണ്ട് അച്ഛാ, ഞാൻ പള്ളി വരുന്നില്ല, പള്ളി വരാൻ എനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞു. ഞാൻ ഇതിലൊന്നും വിശ്വസിക്കുന്നില്ല, പക്ഷെ ഞാൻ നന്നായിട്ട് ജീവിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ആളുകളോട് ചോദിച്ചപ്പോൾ ആളുകളും അങ്ങനെ തന്നെ പറഞ്ഞു, ആ മനുഷ്യൻ ഈ ഇടവകയിലെ നല്ല നീറ്റായ മനുഷ്യനാണ്, പക്ഷെ അദ്ദേഹത്തിന് യേശുവിൽ വിശ്വാസമില്ല, അദ്ദേഹത്തിന് ദൈവത്തിലും സഭയിലൊന്നും വിശ്വാസമില്ല, അദ്ദേഹം നീറ്റാണ്, അദ്ദേഹം നന്നായിട്ട് ചെയ്യും, എല്ലാ നിയമങ്ങളും അനുസരിക്കും, എല്ലാം പറ്റുന്നിടത്ത് എല്ലാം സാധിക്കുന്നിടത്തോളം നന്മ ചെയ്യും, ഒരു കള്ളത്തരത്തിനോ ഒരു ദ്രോഹത്തിനോ അയാൾ പോയില്ല. പക്ഷെ ദൈവത്തിൽ വിശ്വാസമില്ല, യേശുവിലും വിശ്വാസമില്ല. യേശു പറഞ്ഞു, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കലേക്ക് വരുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ,
ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെ ഹൃദയത്തിലേക്ക് ഇത് പതിയുന്നു. യേശുവിലൂടെ അല്ലാതെ ഒരൊറ്റ ആൾക്കും പിതാവിൻ്റെ അടുക്കലേക്ക് എത്തിച്ചേരാൻ പറ്റില്ല. ഇത് യേശു പഠിപ്പിച്ചിരിക്കുന്ന ഒരു രഹസ്യമാണ്, യേശു പഠിപ്പിച്ചിരിക്കുന്ന ഒരു സത്യമാണ്.